ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെയും പോലെ തന്നെ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ മോളുടെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ജോലികൾ എളുപ്പത്തിൽ തീർക്കാനുള്ള വഴികളും കൂടെ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. രാവിലെ തന്നെ അടുപ്പ് കത്തിച്ച് എന്നത്തെ പോലെ കട്ടന് വേണ്ടിയുള്ള വെള്ളം വയ്ക്കുകയാണ്. ഇനി പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. അതിനോടൊപ്പം തന്നെ ഞാൻ കുളിക്കാനുള്ള വെള്ളം കൂടെ അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ജോലികൾ എത്ര ചെയ്താലും തീരാറില്ല അല്ലേ? എനിക്കും ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്. ചിലർക്കാണെങ്കിൽ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ചും മടി കാരണമായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ശാരീരികമായി എന്തെങ്കിലും അസ്വസ്ഥത കൊണ്ടായിരിക്കും. ജോലികൾ എത്ര ചെയ്തിട്ടും തീരുന്നില്ല എന്ന തോന്നലുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത് പലപ്പോഴും ജോലികൾ കൂടുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ രീതികളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ പരിഹരിക്കാവുന്ന ഒന്നുമാണ്. ഇപ്പോൾ എല്ലാ ജോലികളും ഒരേപോലെ പ്രധാനപ്പെട്ടതാണെന്നില്ലല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഓഫീസ് വർക്കുകളോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അത്യാവശ്യമായി മക്കളോ ഹസ്ബൻഡോ ഒക്കെ രാവിലെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തു വിടേണ്ടതുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക. അതിനിടയിൽ ക്ലീനിങ് പോലുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഒരുപക്ഷെ സമയത്തിനൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വരും. മറ്റാരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ ജോലികൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായമാകും. പിന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. രാവിലെ ജോലികൾ ചെയ്യുന്നതിന് മുമ്പ് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് കിട്ടും. പിന്നെ അതിനനുസരിച്ച് തന്നെ നമുക്ക് ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ തലേ ദിവസം തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചെടുക്കുക. നാളെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് ഉറങ്ങാൻ കിടന്നാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി അതിൻ്റെ ഒരു ഓർമ്മ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ അതൊന്ന് എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. രാവിലെ എഴുതിയിട്ടായാലും അതൊന്ന് എഴുതുമ്പോഴത്തേക്കും ഓരോ കാര്യത്തിനും വേണ്ടി സമയം അഡ്ജസ്റ്റ് ചെയ്ത് അത് നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ജോലികളും ചെയ്ത് തീർക്കുമ്പോഴും നമുക്ക് ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണോ, അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ചില ദിവസങ്ങളിൽ ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ജോലികളൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ആക്റ്റീവായിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ജോലികൾ തിരഞ്ഞെടുക്കാം. മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ജോലികൾ തീരാൻ ചിലപ്പം താമസിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശ്രദ്ധ മാറാനും സാധ്യതയുണ്ട്. ഒരു സമയത്ത് ഒരു ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് തീർന്നിട്ട് അടുത്തത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതിനൊക്കെ പുറമെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നാണ് പ്രധാനം. താമസിച്ച് എഴുന്നേൽക്കുമ്പോഴായിരിക്കും അവിടെ മൾട്ടി ടാസ്കിങ് ഒക്കെ നടക്കുന്നത്. അതുമാത്രമല്ല, പല സാധനങ്ങളും കൈതട്ടി വീഴാനും ഒന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. പിന്നെ മാത്രമല്ല, അതിലൂടെ ക്ഷീണമൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ വീട് മൊത്തം അലങ്കോലമായിരിക്കും. ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറം ജോലികൾ ഏറ്റെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ ജോലികൾ അധികമാണെന്ന് തോന്നുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും സഹായം ചോദിച്ച് വരികയാണെന്ന് വെച്ചോളൂ. ഇപ്പം നിങ്ങളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ഏറ്റെടുക്കുക. അല്ലെങ്കിൽ അവരോട് നോ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ യന്ത്രങ്ങളല്ല. എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും 100% പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതിൽ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ചിലർ അത് ഓർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കാറുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ വീട് വൃത്തിയാക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ വീട് അതുപോലെ ഇരിക്കുന്നില്ല എന്നൊക്കെ ഓർത്ത് ചിലരൊക്കെ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കാറുണ്ട്. അതൊന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ല. ഓരോരുത്തരും ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത്. ചിലർ മടി കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതൊക്കെ ഇരിക്കുന്നത്. എങ്കിലും ചില വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും, ചില വീടുകളൊക്കെ കാണുമ്പോഴത്തേക്കും, നമ്മൾ ചില വീടുകളൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കുന്നത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് അത് നമുക്ക് വീട്ടിൽ ഒന്ന് ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വരുന്നതിൻ്റെ ആ ഭാഗത്ത് എന്ത് ചെയ്യുക, ഒന്നുകിൽ നമ്മൾ റൂമിൽ അല്ലെങ്കിൽ വേറെ നമ്മൾ എഴുന്നേറ്റ് വരുന്ന ആ ഭാഗത്ത് എവിടെയെങ്കിലും ചുമലിൽ നല്ല ഒരു ഭംഗിയുള്ള ഒരു വീടിൻ്റെ പിക്ചർ ഒട്ടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരു പിക്ചർ നമ്മൾ പോകുന്ന ആ ഭാഗത്ത് ഒട്ടിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൽ നോക്കുമല്ലോ. നമ്മൾ യാദൃശ്ചികമായി അതിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു ഒരു ഫീല് തോന്നും. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് അപ്പോൾ ഫീൽ ചെയ്യും. അപ്പം നമുക്ക് അതുപോലെ അങ്ങനെ ചെയ്യാൻ തോന്നും.
അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മളെ മനസ്സിൻ്റെ ആ ഒരു മടി അങ്ങ് മാറിക്കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തുകൊണ്ടാണ് നമുക്ക് മടി തോന്നുന്നത്? മെസ്സിയായിട്ടുള്ള ഒരു ചുറ്റുപാടാണ് നമ്മുടെ മടിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ വീട്ടമ്മമാർക്ക് ജോലികൾ എളുപ്പമാക്കാൻ ഒരു റൊട്ടീൻ തയ്യാറാക്കുന്നത് നല്ലതാണ്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാതെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്കായി മാറ്റിവെക്കാം. ഇതിൽ പാത്രം കഴുകലും അടിച്ചു വാരി തുടയ്ക്കലും ആഹാരം പാകം ചെയ്യലും ഒക്കെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതും ബെഡ്ഷീറ്റ് വൃത്തിയാക്കുന്നതും ഒക്കെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. പിന്നെ മാസത്തിലൊരിക്കലാണെങ്കിൽ കർട്ടൻ കഴുകുന്നതും അലമാരകൾ അടുക്കി വയ്ക്കുന്നതും ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് ഭാഗമാണോ വൃത്തികേടായി തോന്നുന്നത് അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് പോവുക. അതാകുമ്പോൾ നമുക്ക് ഒരു മാസം ആകുമ്പോഴത്തേക്കും നമ്മളറിയാതെ തന്നെ നമ്മളെ വീട് മുഴുവൻ ക്ലീനായി കിട്ടിക്കോളും. പിന്നെ ഭക്ഷണ കാര്യത്തിലായിരിക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇന്ന് എന്തുണ്ടാക്കണം, എന്ത് കറി വയ്ക്കണം എന്ന ചിന്തയിലായിരിക്കും മിക്കവരും രാവിലെ എഴുന്നേൽക്കുക. അപ്പം തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തലേ ദിവസം തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ വരില്ല. പിന്നെ തിരക്കുള്ളവരാണെങ്കിൽ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വയ്ക്കാം, തേങ്ങയൊക്കെ ചിരകി ഫ്രിഡ്ജിൽ വച്ചേക്കാം, പിറ്റേ ദിവസം എടുത്ത് അങ്ങ് വച്ചാൽ മതിയല്ലോ. പിന്നെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളും അടുക്കും ചിട്ടയോടെ വയ്ക്കാൻ ശ്രമിക്കുക. മിക്കവാറും അതിനായിരിക്കും കൂടുതൽ സമയം ആവാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അടുക്കി പറക്കൽ ഒരു ടാസ്ക് തന്നെയാണ്. അതിന് ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, വൈകുന്നേരം ആകുമ്പോൾ ഒരു 3:30 ആകുമ്പോൾ മുതൽ അപ്പോൾ വീട്ടിൽ അലങ്കോലമായി കിടക്കുന്നതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ച് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിടും. അപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് എത്തിക്കുന്നതിന് മുമ്പ് വീടിനകവും പുറമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയതിന് ശേഷം, ഇപ്പോൾ എല്ലാ വീടുകളിലും അങ്ങനെ ചെയ്യുമല്ലോ, വൈകുന്നേരം ഒരു അടിച്ച് വാരൽ കാണുമല്ലോ. അപ്പോഴത്തേക്കും ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ അതാ സ്ഥാനത്ത് തന്നെ നമുക്ക് പറക്കി വയ്ക്കാം. പിന്നെ ആ സമയത്ത് നമുക്ക് കിച്ചണിൽ വേറെ ജോലികളൊന്നും കാണൂലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ അകവും പുറമൊക്കെ നല്ലവണ്ണം ഒന്ന് അടിച്ച് വാരിയൊക്കെ ഇടാം. പിന്നെ തുണിയൊക്കെ മടക്കി വയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആ സമയത്ത് തന്നെ മടക്കി വയ്ക്കാം. പിന്നെ തുടയ്ക്കാനുണ്ടെങ്കിൽ അപ്പോൾ വൈകുന്നേരം തുടയ്ക്കാം. രാവിലെ തന്നെ തുടയ്ക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ, അപ്പോൾ വൈകുന്നേരം തുടച്ചാലും മതി. ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത്. അപ്പോഴത്തേക്കും കുറച്ച് ഒരു എനർജി നമ്മുടെ ശരീരത്തിനുണ്ടാവും. രാവിലെ ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞാലും ആ സമയത്ത് നമുക്കൊരു റെസ്റ്റ് ഉണ്ടാവും. വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു റെസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് റെസ്റ്റ് ഒന്നും കാണില്ല. അവർ മിക്കവാറും രാവിലെ എല്ലാ ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ടായിരിക്കും പോകുന്നത്. ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ രാവിലെ ജോലിയൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നേരത്തേക്ക് ഒരു റെസ്റ്റൊക്കെ ഉണ്ടാവും. എനിക്ക് എന്തെങ്കിലും തുണി കഴുകാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ തന്നെ ആ തുണി കഴുകലും ഒക്കെ രാവിലെ തന്നെ അങ്ങ് കഴിയും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ വീട് നല്ല വൃത്തിയായിരിക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വീട് എപ്പോഴും തിളങ്ങി നിൽക്കണം എന്ന് വാശി പിടിക്കരുത്. ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ സമാധാനവുമാണ് ഏറ്റവും പ്രധാനം. അല്പം സാധനങ്ങൾ അങ്ങിങ്ങായി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുമക്കളൊക്കെ ഉള്ളിടത്ത് നമ്മൾ എത്ര അടുക്കി വെച്ചാലും അത് പഴയ അവസ്ഥയിൽ തന്നെ ആവും. എല്ലാ ദിവസവും വൈകുന്നേരം തുണികളൊക്കെ മടക്കി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. തുണികൾ മടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേസ്റ്റായി കളയരുത്. ഒന്ന് മടക്കി കൃത്യമായിട്ട് അതാത് സ്ഥാനത്ത് വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഒരു പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ മടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനൊക്കെ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റായി പോവും. നല്ലവണ്ണം മടക്കി അങ്ങ് ഒതുക്കി അതാത് സ്ഥാനത്ത് അങ്ങ് വച്ചാൽ മതി. പിന്നെ തേക്കാനുള്ള തുണികളാണെങ്കിൽ ആ സമയത്ത് ഒന്ന് തേച്ചിടുക. നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ ജോലിഭാരം കൂടുകയും ചെയ്യും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പോസിറ്റിവിറ്റി തരുന്ന പിക്ചറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും യോഗ പോലുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോഴത്തേക്കും മനസ്സ് ഒന്ന് ഫ്രീ ആവും. അപ്പോൾ ആ ഒരു മൈൻഡോട് കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യതയോടു കൂടി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ജോലികൾ എളുപ്പമാക്കാനുള്ള വഴികൾ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ എൻ്റെ കുറച്ച് കുക്കിങ്ങും കുറച്ച് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സവാളയൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് വച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ജോലിയൊക്കെ തീർന്നതിന് ശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് പറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ ഞാൻ ഉള്ളിയും സവാളയൊക്കെ ഇട്ട് വയ്ക്കുന്നത്. ചില സമയത്ത് ഞാൻ ഉള്ളിയൊക്കെ ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. മിക്കവാറും രാവിലെ തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കാറുള്ളത്. എനിക്ക് രാവിലെ സമയമുണ്ട്, കുഴപ്പമില്ല. മക്കൾ പോകുന്നതിന് മുമ്പേ എല്ലാം ഒക്കെ ആവുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ അതങ്ങ് ചെയ്താൽ മതി. സമയമില്ലാത്തവരാണെങ്കിൽ ഉള്ളിയുടെയും സവാളയുടെയൊക്കെ തൊലി കളഞ്ഞ് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്.
അതാകുമ്പോൾ പാചകം ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും. ഉരുളക്കിഴങ്ങ് ഞാൻ വേറൊരു ബാസ്ക്കറ്റിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഈ പിങ്ക് സ്റ്റാൻഡ് 3 തട്ടുള്ളതായിരുന്നു. അതിൻ്റെ ഒരു തട്ടാണ് ഇത് അവിടെ കബോർഡിൻ്റെ അകത്തോട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഉള്ളിയൊക്കെ പറക്കി വെച്ചു. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട്. ഇപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വന്നപ്പോഴത്തേക്കും ചക്ക വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇനി അത് വയ്ക്കണം. അതുകൊണ്ട് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ പിന്നീട് പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൽ പകുതി ചക്ക എടുത്തിട്ടുണ്ട്. പകുതി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാം വച്ചാൽ ഇപ്പം ഇന്ന് കഴിക്കില്ല. അപ്പം മക്കൾ അങ്ങനെ ചക്ക കഴിക്കാറില്ല. ഞാൻ ചേട്ടന് മാത്രമേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി നാളെ വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ മാസങ്ങളായി കേട്ടോ ചക്ക കിട്ടിയിട്ട്. അപ്പോൾ ചക്ക ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, ചേട്ടനും ഇഷ്ടമാണ്. അപ്പോൾ ചക്ക കിട്ടുമ്പോഴൊക്കെ നമ്മൾ വാങ്ങിക്കും. കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റും തോന്നാറുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചക്ക വയ്ക്കുകയാണ്. ചക്കയ്ക്ക് അരച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഇത്രയിട്ട് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്ത ശേഷം ഇത് ഇപ്പം ചക്ക വെന്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടച്ചു വെച്ചൊന്ന് ആവി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അരപ്പൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുത്താൽ മതി. എൻ്റെ അമ്മയാണെങ്കിൽ തുടുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, മരിച്ചിനിയും ചക്കയൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട്. തുടുപ്പെന്ന് പറഞ്ഞാൽ ഓലയുടെ മടൽ വെട്ടിയെടുത്ത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. ഞാനിവിടെ തുടുപ്പിന് പകരം ചപ്പാത്തി പരത്തുന്ന കോലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചക്കക്കൊതി സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ അപ്പോഴേ തന്നെ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ദേവുട്ടിയുടെ സ്കൂളിൽ പോകണമായിരുന്നു. 2:30 ആയപ്പോഴത്തേക്കും ദേവുട്ടിക്ക് ഇന്ന് PTA മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ചേട്ടൻ എന്നെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പോയി. ഇപ്പോൾ PTA മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇനി ഞങ്ങൾ അങ്ങോട്ട് ഓട്ടോയിലാണ് പോകുന്നത്. ചേട്ടൻ കേശുവിനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി ഇതാ അവിടെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവുട്ടി വരുന്ന വഴിക്ക് അവളുടെ ഫ്രണ്ടിനെ കണ്ടു. അങ്ങനെ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഏതൊക്കെ ഫ്രണ്ട്സിനെ കാണും അവർക്കെല്ലാം ടാറ്റയും കൊടുത്താണ് കേട്ടോ വരുന്നത്. വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ തുണികളൊക്കെ കഴുകിയത്. നേരത്തെ മുക്കി വെച്ചിരുന്ന തുണികളുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ കഴുകിയത്. നേരത്തെ ഉച്ചയ്ക്ക് സമയമില്ലായിരുന്നു. അങ്ങനെ എല്ലാം കഴുകി ഒന്ന് വിരിച്ചിട്ടാൽ മാത്രം മതി. ഇനി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരണം, കുളിക്കുകയും കൂടെ ചെയ്യണം. ഇന്നത്തെ ജോലികളൊക്കെ തീർന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.